ഹായ് ഹലോ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ ലൈവ് അപ്ഡേറ്റ് ആണ്. അതായത് മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു. അപ്പോൾ അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ 3 പേരുടെ കയ്യിലാണല്ലോ ബാഡ്ജ് ഉള്ളത്. ഈ ബാഡ്ജ് കൈവശം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ അവർക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാം. ഈ 3 പേര് ആരൊക്കെയാണെന്ന് അറിയോ? ഗസേൽ, ആര്യൻ, ആദില, നൂറ. ചിലപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ 3 പേർക്കും എതിരെ ചലഞ്ച് ചെയ്യാനുള്ളൊരു അവസരമാണ് കിട്ടുന്നത്. അതായത് ബാഡ്ജറ്റ് കയ്യിൽ വെക്കാനുള്ള അർഹത എന്തുകൊണ്ട് എനിക്കുണ്ട് എന്ന് പറയണം. ഇവർക്കെതിരെ ചലഞ്ച് ചെയ്യുന്ന ആൾക്കാർ 3 പേര് ഇവർക്കെതിരെ ചലഞ്ച് ചെയ്യണം. അങ്ങനെ അവർക്ക് ബാൻഡ് കൈവശമാക്കാം. അതായിരുന്നു കേട്ടോ ടാസ്ക്. അങ്ങനെ നമ്മൾ അവിടെ ഇവരെന്നെ ഈ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കണം, ആരാണ് ഈ 3 പേരെന്ന്. അങ്ങനെ ഗസേലിനെതിരെ സംസാരിക്കാൻ തിരഞ്ഞെടുത്തത് നിവിനെയായിരുന്നു. കാരണം നിവിനെ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ നിവിൻ്റെ ഡ്രസ്സൊന്നും ഒറ്റ ഡ്രസ്സ് പോലും കിട്ടാണ്ട് സങ്കടപ്പെട്ട് നടക്കുകയാണ്. എപ്പോഴും ബിഗ് ബോസിനോട് പരാതി പറയേണ്ട, ഈ മുഷിഞ്ഞു നിറയെ ഡ്രസ്സ് ഇട്ട് മടുത്തു, എന്തിനാണ് എന്നെങ്ങനെ നടത്തണം എന്നൊക്കെ ചോദിച്ചിട്ട് നിവിൻ എപ്പോഴും സംസാരിക്കും. നിവിൻ കുറച്ച് കോമഡി കേട്ടോ, നല്ല രസമാണ്. അവന് ഗസേലിനെതിരെ സംസാരിക്കാൻ നിവിനെയാണ് കിട്ടിയത്. നിവിന് സംസാരിച്ച് ഗസേലിനെ തോൽപ്പിക്കാം. അതേപോലെ ആദില നൂറിക്കെതിരെ സംസാരിക്കുന്നത് ഷാരികയാണ്. ഷാരികയ്ക്കും സെയിം പ്രോബ്ലം ആയിരുന്നു. ഡ്രസ്സില്ലാതെ ഒരു ഡ്രസ്സ് പോലും മാറ്റാൻ ശരിക്കും കിട്ടാതെ ബുദ്ധിമുട്ടിയിരിക്കണം. അതും ഷാരികയ്ക്ക് മാച്ച് ചെയ്യാത്ത ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ ഷാരിക കുറച്ചൊരു കോൺഫിഡൻറ്റ് കുറവിലാണ് അവിടെ നടക്കുന്നത്. അതുപോലെ ആര്യനെതിരെ സംസാരിക്കാൻ ഒനീലിനെയാണ് തിരഞ്ഞെടുത്തത്. ഇവർ 3 പേരുമാണ് ഈ 3 ആൾക്കെതിരെ സംസാരിക്കുന്നത്. അങ്ങനെ ഇവർ ഇത് തുടങ്ങി, ചലഞ്ച് ടാസ്ക് തുടങ്ങിയപ്പോൾ ഗസേലും നിവിനും സംസാരിച്ചു. നന്നായിരുന്നു കേട്ടോ. ഗസേൽ കുറേയൊന്നും സംസാരിച്ചില്ല. നിവിൻ പക്ഷേ അത്യാവശ്യം നന്നായി സംസാരിച്ചു. നിവിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫറായിട്ട് കൂടി ഈ ഒരു കോലത്തിലാണ് ഇവിടെ നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിച്ചു. പിന്നെ നമ്മുടെ ഗസേലിന് എന്താണെന്ന് വെച്ചാൽ ഒരു മലയാളം പ്രോബ്ലം ഉള്ളത് കാരണം കുറച്ചൊരു തപ്പിപ്പിടിക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നന്നായി സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ആദില, നൂറ, ഷാരിക. ഈ ആദില, നൂറ, ഷാരിക സംസാരിച്ചതിൽ ഷാരിക നന്നായി സംസാരിച്ചിട്ടുണ്ട്, ആദില, നൂറി നന്നായി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പക്ഷേ എന്നിട്ട് ഷാരിക അവരെ പറഞ്ഞു അവർക്ക് ബാഡ്ജ് ധരിക്കാനുള്ള ഒരു അവകാശം ഇല്ല, ബാഡ്ജ് ധരിക്കാറില്ല, ഇവർ റൂള് ബ്രേക്ക് ചെയ്തിട്ടാണ് നടക്കണമെന്നൊക്കെയാണ് ഷാരിക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആര്യനും ഒനീലും സംസാരിച്ചതിൽ ഒനീൽ പറഞ്ഞു, ഞാൻ ഈ കിച്ചണിൽ എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനാണ്, എല്ലാവർക്കും എന്നിട്ട് എല്ലാവരുടെയും വയറ് നിറയ്ക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞു ഒനീൽ പറഞ്ഞു. പക്ഷേ ആര്യൻ പറഞ്ഞു, ഞാൻ ഈ ബാഡ്ജ് കയ്യിൽ വെക്കാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പണിപ്പെട്ടിട്ടാണെന്നൊക്കെ പറഞ്ഞു ആര്യനും കുറേ സംസാരിച്ചു. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ചു. ലാസ്റ്റ് ഇതിൻ്റെ ടാസ്ക് കഴിഞ്ഞു. ഡിസിഷൻ എടുക്കാൻ വേണ്ടി എല്ലാവരും ഇരുന്നു. എന്നിട്ട് ഡിസിഷൻ എടുത്തതും ഈ കണ്ടസ്റ്റൻസ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. വോട്ട് ചെയ്തിട്ടായിരുന്നു തിരഞ്ഞെടുത്തത്. അങ്ങനെ വിന്നറായത്, ബാഡ്ജ് കിട്ടിയത് നമ്മളെ ഗസയിലും നിവിനിലും. നിവിൻ വിന്നറായി. അതുപോലെ ആദില നൂറ ഷാരികയിൽ ആദില നൂറ വിൻ ചെയ്തു. വീണ്ടും ആദില നൂറയുടെ കയ്യിൽ തന്നെ ബാഡ്ജായി. കുറച്ച് സങ്കടം തോന്നി ഷാരികയുടെ കാര്യം ആലോചിച്ചപ്പം. പിന്നെ ഒനീലിന് അവിടെ കിട്ടിയില്ല, ആര്യൻ തന്നെ വിൻ ചെയ്തു. എല്ലാവരും ആര്യനാണ് വോട്ട് ചെയ്തത്. അതിൽ ഒനീലിന് കുറച്ച് സങ്കടം ഉണ്ടാവും. കാരണം ഒനീൽ കുറേ ദിവസമായിട്ട് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ശരിക്കും മാറ്റാൻ കൂടി പറ്റാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഒനീലിനും വിൻ ചെയ്തില്ല. അങ്ങനെ നമ്മൾ ഈ ടാസ്കിൽ വിജയിച്ചത് ആര്യൻ, ആദില നൂറ, നിവിൻ. ഇപ്പോൾ ഇവർക്ക് 3 പേർക്കും ഇനി ബാഡ്ജ് വീണ്ടും കിട്ടും. നിവിന് മാത്രമേ പുതുതായിട്ട് കിട്ടിയുള്ളൂ, മറ്റവരുടെ 2 കയ്യിൽ ഓൾറെഡി ബാഡ്ജ് ഉണ്ട്. അപ്പോൾ നിവിൻ എന്തായാലും നിവിൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഒന്ന് കിട്ടും. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കും തോന്നുന്നു. അത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. മിക്കവാറും മറ്റവരുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ തിരിച്ചു മേടിക്കുന്നുണ്ടാവും. ഇതാണ് ഇന്ന് നടന്ന ടാസ്ക്.